ഗോവയിൽ വന്നിട്ട് തേർഡ് ഡേ ആണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഗോവയിൽ വന്നിട്ട് തേർഡ് ഡേ ആണ്. നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാന എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കും. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. പൊളിക്കും. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നലെ പറഞ്ഞു വാ ചേച്ചി ഞാൻ വരാം. അതുപോലെ ഗോവ ട്രിപ്പിന് വാ ചേച്ചി ഞാൻ വരാം. എന്റെ പൊന്നേ, അയ്യോ കണ്ട് എല്ലാരും കണ്ട്. എന്റെ ചുട്ടിപ്പ് ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇന്ന് പാരാസെയിലിംഗ്, അതുപോലെ തന്നെ ജെറ്റ് സ്കീ, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. കരിഞ്ഞുണങ്ങി വരാൻ വേണ്ടി പോവാട്ടോ. കാരണം സമയം ഏകദേശം 10-11 മണിയായിട്ട് നല്ല വെയിലും ഉണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പൊ പോയിട്ട് പൊളിക്കട്ടെ. ബാക്കി വിശേഷങ്ങൾ ബീച്ചിൽ ചെന്നിട്ട് കാണാം. ബീച്ചിലേക്ക് പോണതിന് മുന്നായിട്ട് വല്ലതും തട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് കുറെ ദോശയും സാധനങ്ങളും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പലഹാരമാണ് ഗൈസ് കഴിച്ചോണ്ടിരിക്കണം. ഇഡ്ഡലി ഇഷ്ടമല്ലടാ. ഇഡ്ഡലി എനിക്കിങ്ങനെ മാവിരിക്കണ ഇഷ്ടമല്ല ഇങ്ങനെ, അതാണ് പ്രശ്നം. ഓ എന്റെ ചോലെ ഭട്ടൂരെ വന്നേട്ടോ. മസാല ദോശ ഓർഡർ ചെയ്താൽ ഞാൻ ചോലെ ഭട്ടൂര ഉണ്ടെന്ന് പറഞ്ഞപ്പോ ക്യാൻസൽ ചെയ്ത്. കാരണം ഇതാണ് എന്റെ ഫേവറേറ്റ്. ഇത് വല്ലപ്പോഴേ കഴിക്കാൻ പറ്റും, അധികം ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ട്രിപ്പ് വരുമ്പോ മാത്രം. ബൈ ബൈ. ഇവിടെ കെട്ടിയ മനില ഗൈസ്, എനിക്ക് നല്ല സങ്കടമുണ്ട്. അനന്തൂന് ഈ ബീച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇഷ്ടമില്ല കേട്ടോ. ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് ബീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്ത. നീ ഇങ്ങനെടാ പാടുന്നു. അപ്പൊ സങ്കടമുണ്ട് എനിക്ക് അനന്ത് വരാത്തതിൽ. ഞാൻ കൊറേ നിർബന്ധിച്ച് വന്നില്ല. എന്റെ വരില്ലെന്ന് പറഞ്ഞ ഹസ്ബൻഡ് വന്ന് ഗൈസ്, ശരി സന്തോഷായി. ഞാൻ കരഞ്ഞ് കാലുപിടിച്ചിട്ടാണെങ്കിലും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വന്നട്ടാ. എന്ത് രസാ നോക്കി, സ്കൈ എന്തൊരു ഭംഗിയാ. വേണ്ട നല്ല ഭംഗി. നമ്മളെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിട്ട് ദേ ഇവിടെ ബീച്ചിൽ കൊണ്ടുവന്നേക്കോട്ടെ. ഏത് ബീച്ചാടാ? വേണ്ട നീ പറഞ്ഞത് ഏത് ബീച്ചാ? അറിഞ്ഞൂടാ മനസ്സിലായാലും എന്തോ ഒരു ബീച്ചാണ് മനസ്സിലായാലും മരണപ്പട്ടത്തിന് നോക്കി. നമ്മളിത് ജെറ്റ് സ്കി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പാരാസെയിലിംഗ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഈ 2 ഇതും മേടിച്ചല്ലേ, 2 ബെഡും മേടിച്ച് ഗോവന്ന് മേടിച്ചു നമ്മള്. ഈ സാധനം കൊള്ളാട്ടാ. നമ്മുടെ കുഴുപ്പള്ളി ബീച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതൊന്നുമില്ല. ശരിക്കും എന്ത് ഭംഗിയാ നോക്കി ഗൈസ്. ഇങ്ങനെയൊക്കെ സെറ്റ് ആക്കി വെക്കാൻ നേരത്ത് ബീച്ചൊക്കെ ഇങ്ങനെ ആക്കണം. നമുക്ക് വാട്ടർ ആക്ടിവിറ്റിയും ചെയ്യണം. വെയിലും കൊള്ളുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോട്ടലിൽ നിന്ന് ഒരു ടർക്കി എടുത്തോണ്ട് വരാം. ഇതിന്റെ കൂടെ നടക്കുക. കൊച്ചിറൊക്കെ കയറണുണ്ടോ? കണ്ണട എടുക്കാനും പറ്റുമോ? സത്യം നല്ല സത്യോടാ. നമ്മളെല്ലാരും കൂടി ദേ വാട്ടർ ആക്ടിവിറ്റിക്ക് പോവാണ് കേട്ടോ. ഇവരൊക്കെ ജാക്കറ്റ് ഇട്ട് സെറ്റായി, എനിക്കും കൂടി സെറ്റ് ആവണം. സൂപ്പർ വെയിലാണ്, സൂപ്പർ വെയിൽ അല്ലേ? മേഘനല്ലേ? മേഘയുടെ നെഞ്ചിടിക്കണ്ടിട്ട് നോക്കി. സാരില്ല പോട്ടെ, പൊളിയായിരിക്കും. പക്ഷെ ഈ ഒരു ആവേശത്തിൽ ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് അങ്ങ് ചാർന്നല്ലേ. നമ്മൾ ആദ്യം പോണ ബനാന ബോട്ടിലാണ് കേട്ടോ. ഓ നൈസ്. എനിക്ക് ഇവരെ വന്ന് തള്ളിയിടാണ്ടിട്ടില്ല, കൊതിയായിട്ട് വയ്യായിരുന്നു. കേറട്ടെ. പേടിയുണ്ടെങ്കിലും അല്ലേ അമ്മു? പേടിയുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടോ പേടി? മേഘ കരയോ? അഭിക്കുട്ട ഓ അഡ്വഞ്ചറസ്. അക്ഷയ്ക്കുട്ട സിമ്പിള്. ജോമോൻ ചേട്ടാ വരില്ലേ? ജോമോൻ ചേട്ടാ അയ്യാണ് ഇപ്പൊ കാണാട്ടെ. ഞങ്ങൾ പിടിച്ചോണ്ടു വേണ്ട. നമ്മൾ ആദ്യം പാരാസെയിലിങ്ങിനാട്ടോ പോണ. പണ്ടാരും എനിക്ക് പേടിയാവണ്ട. മേഘ കരയൂപ്പ. മേഘ പക്ഷെ നീ ചെയ്യാൻ പോണില്ലേ, ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവമായിരിക്കും ഇത്. ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങാണ്ടേല്. അങ്ങ് ആകാശത്ത് പോയിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ട്. അവിടെ കോവളത്ത്. അതെ പൊളിയായിരിക്കും. പറക്കാം. ഇന്ന് പറക്കും നമ്മള്. നമ്മുടെ നാലാമത്തെ അഡ്വഞ്ചർ ട്രിപ്പ്. അതെ, വിയറ്റ്നാം ചെയ്ത്, ബാലി ചെയ്ത്, ഗോവ.
ഇഷ്ടപ്പെട്ടാ അമ്മക്കുണ്ടാ ജോമോന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എങ്ങനെ ഉണ്ടായി പൊളിച്ചാ അജിത്തേട്ടാ ഓ കൊച്ചെറുക്ക അഭിക്കുട്ടാ ശരിക്കും ഞങ്ങൾ പൊളിച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ മിസ്സായേനെ കുറച്ച് ഡ്യൂറേഷൻ ഉണ്ടാവും പക്ഷെ എന്നാലുള്ള സമയം ഞങ്ങൾ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് പൊളിച്ച് ഞാൻ ആദ്യമായിട്ടോ ഡിപ്പ് ചെയ്യണം കഴിഞ്ഞ വർഷം പാരാസൈഡ് ചെയ്തപ്പോൾ ഞാൻ ഡിപ്പ് ചെയ്തില്ല പേടിയായിരുന്നു ഇപ്രാവശ്യം ഹാഫ് ഡിപ്പ് ചെയ്ത് അട്രാസ് ഞാൻ ഫുൾ ഡിപ്പ് ചെയ്യും കഴിച്ചാൽ അതാണ് എൻ്റെ ആഗ്രഹം കുറച്ചായിട്ട് പോകാം അപ്പൊ ഇനി ഞങ്ങൾക്ക് ബനാന ബോട്ട് ഉണ്ട് അതുപോലെ 2-3 സാധനങ്ങൾ എന്തൊക്കെയുണ്ട് ജെറ്റ് സ്കി ഒക്കെ ഉണ്ട് അവർക്ക് നമുക്ക് പൊളിക്കാം ഇതുപോലെ വയ്യ നെക്സ്റ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള വള്ളമാണ് ഗൈസ് ഇറക്കുന്നത് കടലിലോട്ട് ബനാന ബോട്ട് റൈഡാട്ടോ നെക്സ്റ്റ് അതെല്ലാരും കൂടി ഒരുമിച്ച് പൊളിക്കും ആദ്യം അമ്മും കൊച്ചിറക്കനും മേഘയും കൂടി പോയിട്ടോ നെക്സ്റ്റ് ഞങ്ങളാട്ടോ പോണത് നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയണേ അത് നടുക്കൊണ്ടോയിട്ട് കടലിൽ നടുക്കൊണ്ടോയിടും നെക്സ്റ്റ് ഇല്ലേ ജെറ്റ് സ്കി ഞാൻ പോട്ടെ അമ്മ എങ്ങനെ ഉണ്ടായി ജെറ്റ് സ്കി പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ടാട്ടോ പോയെ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്റെ വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കണം കേസായ മൈ ചാനൽ അച്ഛനെ ഒന്നും മനസ്സിലായിട്ടും കൂടി ഇല്ലട്ടോ മലയാളത്തിൽ നിന്ന് സംസാരിക്കണത് അപ്പൊ ഹിന്ദി വാലേ കൊങ്ങണി ഹിന്ദി റഷ്യൻ ഓൾസോ സേ സംതിങ് ഇൻ റഷ്യ which means good morning ഓ ഗുഡ് മോർണിംഗ് നൈസ് ആയിരുന്നു കേട്ടോ ഒരു കുടക്കീഴിൽ ഞങ്ങൾ എല്ലാരും കൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഗൈസ് പോയില്ലായിരുന്നെങ്കിൽ നഷ്ടമായി പോയെന്ന് തോന്നിപ്പോയി കാരണം ഇല്ല അത്രയും രസമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ബനാന റൈഡ് ആട്ടോ ആ വന്നിട്ട് ആ ഡിപ്പ് പൊളിയായിരുന്നു അല്ലേ ചേട്ടാ അതെ നന്നായിട്ട് വെള്ളം കുടിച്ച് ഗൈസ് ഇനിയിപ്പോ എന്തായാലും കുറച്ചു നേരം എന്തായാലും നനഞ്ഞു ഇനി ഒന്ന് ബീച്ചിലും കൂടെ ഇറങ്ങിയിട്ട് വരാന്നോർത്ത് കുളിച്ച് കയറാൻ പൊരിഞ്ഞിളകി വന്നിട്ട് ഇതേ ഒരിത്തിരി വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ കാരണം അത്രയും ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയി ചുണ്ടൊക്കെ ഇങ്ങനെ വരളാണ് എനിക്ക് ഈ ബോട്ടില് കോള കിട്ടുമ്പില്ലേ പണ്ടത്തെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ ഇല്ലേ അതുപോലത്തെ ഒരു ഫീല് പണ്ട് ഇങ്ങനെ ആയിരുന്നു മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കല്യാണ വീഡിയോയിലുണ്ട് ഒരിങ്ങനെ ആളിങ്ങനെ കൊണ്ടടക്കണം ഈ കോള പണ്ടത്തെ സ്റ്റൈല് പക്ഷെ ഹെൽത്തി അല്ല കേട്ടോ പക്ഷെ ഒരു രക്ഷയിലോട്ട് നാരങ്ങ വെള്ളമൊന്നും ഇല്ല അതുകൊണ്ടാണ്
നീ എന്തെങ്കിലും പറഞ്ഞാ? ആ വേണ്ട, എനിക്കത് മതി. അല്ല നീ പറയില്ല ഒരു സാധനം കേരളത്തില് കോളേജ് പിള്ളേരുടെ രോമാഞ്ച കഞ്ചുകൊണ്ടാ ഇവന്റെ ജോലി. മറ്റേ കോളേജ് പിള്ളേരെ പാക്കേജ് എടുത്ത് ഗോവയെ കൊണ്ടുവരാ പറ്റിക്കാന്നുള്ള ഗേൾസ് പുലിയാണ്ടാ. SH-ലെയും അതുപോലെ തന്നെ അല്ലെ ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെ പിള്ളേരെ കൊണ്ടുവന്നെ CNA ആണ് ഇവരൊക്കെ കൊണ്ടുവന്ന ദാസാണ്. പക്ഷെ ഇവനുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറച്ച് കിട്ടിയത് പാക്കേജ്. ഇവിടെ ഇത്ര സാധനങ്ങള് 1500 രൂപയ്ക്ക് ആയുള്ളൂ. ഭയങ്കര ലാഭം. അപ്പൊ നിങ്ങക്ക് ഗോവയ്ക്ക് വേണമെങ്കിൽ ഞാൻ വിളിച്ചോ, അവൻ കൊണ്ടുവരും. എടാ കാർത്തി ഞങ്ങള് പൊളിച്ചടാ. ഞാൻ ആദ്യം നിന്റെ മുഖത്ത് കാണുന്നുണ്ട്. കരിഞ്ഞുണങ്ങിയല്ലേ? എന്നാലും സാരമില്ല, എൻജോയ് ചെയ്ത്. ഓ കൊട്ടവഞ്ചിയിലിട്ട് കറക്കാനെന്ത് ഞങ്ങളെ വലിച്ചോണ്ട് പോയി. പിന്നെ എന്റെ കാറിൽ കേട്ടില്ല ഇവിടെ സൂപ്പറായിരുന്നു. വർഷേ ഷോ നീ വന്നോരുന്ന് മിസ് ചെയ്ത്. കാരണം അമ്മും മേഘയും കൂടി കിടന്ന് കൂവണായിരുന്നു. അമ്മുവിന്റെ ഡിപ്പാണ് നിങ്ങളെ മിസ് ചെയ്തത്. ഞാൻ പറയും പോളി ഡിപ്പായിരുന്നു. അമ്മൂനെ ഒരു തുണി അലക്കണ പോലെ ഇങ്ങനെ കടലിലിട്ട് മുക്കി 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 എടുത്ത്. അത് അമ്മു ഡിപ്പ് കണ്ടില്ലേ നിങ്ങള്? ഡിപ്പ് വേണ്ടെന്നും പറഞ്ഞ് പോയതാട്ടോ. പക്ഷെ ഞങ്ങൾ ഡിപ്പ് ചെയ്യിപ്പിച്ചു. അമ്മൂന് എക്സ്ട്രാ പൈസ എടുത്ത്. അമ്മൂന് സത്യം അമ്മ ഇറക്കി പോയി. അടിപൊളിയായിരുന്നു. പക്ഷെ ഒറ്റ എന്റെ കെട്ടിയോ ബീച്ച് പേഴ്സൺ ആട്ടോ. പക്ഷെ ബീച്ച് ബെഡി കിടക്കൂടെ വന്നിട്ട്. ഇതും എന്ത് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ കെട്ടിയോനെ കംഫർട്ടബിൾ ആക്കി വെക്കണേന്ന് അറിയാമോ? ഞാൻ രണ്ടും ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആക്കണം. അയ്യോ പറഞ്ഞ കാര്യം കാരണം നമ്മളിപ്പോ അൺഈവൻ ടോൺ ആയി കഴിഞ്ഞാലേ ഈ ലെയറിന് അവർ കുട്ടി വാരി തട്ടുപടി. അതിന്റെ ചൂടിന് ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മടിച്ചാണ്. ക്യാമറ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മേക്കപ്പ് ഓവറാണെന്ന് തോന്നിപ്പോ. മനസ്സിലായി. അതാണ് പ്രശ്നം. TV പേഴ്സന്റെ വിരഹങ്ങൾ. ഞാൻ ടിവിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് നേരെ പോയിട്ട് റൂമിൽ പോയി കുളിക്കാൻ വേണ്ടി പോവാട്ടോ. 2 റൂം ഓൾറെഡി ചെക്ക് ഔട്ട് ചെയ്തു. ഇനിയിപ്പോ ഒരു റൂമും കൂടി ഉള്ളു. ഒരു റൂമിൽ ഒരു 10 പേരെങ്കിലും കുളിക്കാനുണ്ട്. വേഗം ഓടിച്ചാൽ ആദ്യം പോയി കുളിക്കട്ടെ. നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മള് പോകുവാട്ടോ. ഗോവേനോട് ബൈ ബൈ പറയാം. കാരണം ഇല്ലേ, നമ്മള് പുറത്തു പോണേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ റിസോർട്ടിലാട്ടോ സ്പെൻഡ് ചെയ്യുന്നത്. റിസോർട്ടിനെ നമ്മൾ മിസ് ചെയ്യണത്, ഗോവനല്ല നമ്മൾ മിസ് ചെയ്യണത്. 99% സമയവും ഇവിടെ റൂമിന്റെ അകത്തായിരുന്നു. വരിക, കിടക്കുക, ഉറങ്ങുക, രാത്രി പോവാ. അതെ, രാത്രി കറങ്ങാം. റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ മസാജിങ്ങിന് പോയ ടീംസ് ഒക്കെ ഉണ്ട്. ദേ നിൽക്കുന്നത് നമ്മൾ അറിയാണ്ട് നിൽക്കുന്ന തായ് മസാജിനൊക്കെ പോയി. ഓ ബൈ ഗൈസ്, ലെറ്റ്സ് ഗോ. ബൈ ബൈ റിസോർട്ടേ, ബൈ ബൈ. പോടുന്നതല്ല ഇത്, ബൈ ബൈ റിസോർട്ട്. കണ്ടാ മോനെ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. കുറെ നേരത്തെ ഉറക്കത്തിനും എല്ലാത്തിനും ശേഷം നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി പോവാണ്. അങ്ങനെ ഗോവ ട്രാവൽ ഏകദേശം എൻഡ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് നോക്കാം. ഞങ്ങൾ എല്ലാരും സ്ലീപ്പറിലാട്ടി. റെയിൽവേ സ്റ്റേഷൻ എന്നെ അടിച്ച് ഇങ്ങനൊന്നും ഞെട്ടാൻ പാടില്ല. ലാസ്റ്റ് നമ്മുടെ ട്രെയിൻ വന്നേ വലിയ ഡിലേ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഡിലേ ഉണ്ടായുള്ളൂ. ഇതേണ്ടോ ജനറലാണ് ഈ കാണുന്നത്. സ്ലീപ്പർ സൂപ്പർ. നമ്മളങ്ങനെ ഗോവേനോട് വിട പറയും കേട്ടോ. 3 ദിവസത്തെ ബ്ലാസ്റ്റിങ്ങിന് ശേഷം നമ്മള് സ്ലീപ്പറിലാണ് ടിക്കറ്റ് എടുത്തത്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ പ്രാവശ്യം AC എടുത്തിട്ട് ഇവരുടെ കൂടെ വന്നിട്ട് നമ്മള് സ്ലീപ്പറിൽ എൻജോയ് ചെയ്ത. അപ്പൊ തോന്നി ഇപ്രാവശ്യം AC വേണ്ട, നമുക്ക് സ്ലീപ്പറിൽ വന്ന് പൊളിക്കാന്ന് വിചാരിച്ചിട്ട് വർഷേനേം കാർട്ടീനെ നമ്മള് എന്താണ് AC-ലോട്ട് തട്ടിയിട്ട് നമ്മളെല്ലാരും ഇവിടെ സ്ലീപ്പറിൽ വന്നിട്ട് സെറ്റിലിനായേ. പിച്ചിട്ടോ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചി കുറെ പേര് പോയിട്ടാ. അപ്പൊ ഇവിടെ ഇല്ലേ കൊച്ചിറക്കനൊക്കെ ഇരിക്കണ ഈ സീറ്റില് 3 പേരിലല്ലേ വന്നിട്ട് 2 പേര് ഓക്കെ. അപ്പൊ നമ്മൾ 2 പേര് അപ്പുറത്തേക്ക് വന്നപ്പോ ബയ്യയുടെ സീറ്റ് എന്ന് വെച്ചപ്പോ ഞാൻ ഇവരുടെ ഫ്രണ്ടാണ്. ഇവർക്ക് ഈ 2 പേർക്ക് ഈ മനുഷ്യനെ അറിയാൻ പാടില്ല.
സത്യം കേട്ടാ. പക്ഷെ അപ്പൊ അവരപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പതേ ഒരു 6 പേര് 7 പേര് ഇവിടെ ഇപ്പൊ 7 പേര് 2 പേരെയും കൂടി നോക്കിയാ 5 പേര്. ഓക്കെ, അപ്പം ബാക്കി എല്ലാരെയും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം. ഇവിടെ അമ്മ ഫോൺ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഗൈസ്, അങ്ങനെ നമ്മൾ വിഷമത്തോടെ ഗോവനോട് വിട പറയുന്നു. നോക്ക് ഗൈസ്, ഇവിടെ നിന്ന് ഇത്രയും നമ്മുടെ പിള്ളേരാണ് ട്ടോ ഇത്. അങ്ങനെ നമ്മളുടെ 3 ദിവസത്തെ ഗോവൻ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവാട്ടോ. ഗോവ കണ്ടോന്ന് വെച്ചാൽ ഗോവ കണ്ടില്ല. എന്ത് കണ്ടു? റിസോർട്ട് കണ്ടു അല്ലേ ഇവിടെ കാർത്തി? ഏസിക്കാർക്ക് എന്താ ഇവിടെ കാര്യം? വൈബ് തീർന്ന് ഉറങ്ങാൻ നേരമാകുമ്പോ അവിടെ പോകും. ഒരു ഏസി നമുക്ക് വേണം, എന്നാലേ നമുക്ക് കക്കൂസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ജനറലില് സ്ലീപ്പറിലെ കക്കൂസ് ഇല്ലില്ല, കേറണില്ല. അപ്പൊ ഗൈസ്, ഞാനില്ലേ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.